അടുത്തതായിട്ട് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ തിയറിയാണ്. നമുക്കറിയാം റിയാക്ഷൻ ടർബൈനിന്റെ എക്സിറ്റ് പോർഷനിലാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബിനെ പ്ലേസ് ചെയ്യാറ്. അപ്പൊ എന്തിനാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. എന്തിനാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, ഇതിന്റെ ജിയോമെട്രിക്കൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, ഇതിന്റെ തിയറി എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. പിന്നെ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ, ഇത്രയും കൂട്ടം കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതിനകത്ത് KTUവിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്താണ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ വർക്കിംഗ് എങ്ങനെയാണ്. ഒരു ഇമ്പൾസ് ടർബിനിനകത്ത് നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് കാണാൻ കഴിയുന്നില്ല. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ പെൽറ്റൺ ടർബൈനിൽ. അപ്പൊ എന്തുകൊണ്ടാവാം, പിന്നെ ഏതൊക്കെയാണ് ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അതുപോലെ റിയാക്ഷൻ ടർബൈനിൽ നമ്മളെ തിയറി എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ, അതുപോലെ തന്നെ ഹൗ ടർബൈൻ പെർഫോമൻസ് അഫക്റ്റഡ് ഇൻ ആബ്സെൻസ് ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് ഇല്ല എങ്കിൽ എന്താണ് പ്രശ്നം. അപ്പൊ നോക്കുക, ഇതാണ് ഒരു റിയാക്ഷൻ ടർബൈൻ. ഇതിലേക്ക് കൂടി വെള്ളം വരികയാണ്. ഇതിന്റെ ഉള്ളിൽ റണ്ണർ വെയിൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിനോട് ഗേറ്റ് വെയിൻസിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ടേക്ക് കയറി ആ കയറി ഇറങ്ങുന്ന വെള്ളം ഇപ്പൊ ടർബൈന്റെ എക്സിറ്റ് ആയി. ഈ വെള്ളം താഴേക്ക് പോകണമെങ്കിൽ വരിക്കുന്ന ഈ ഏരിയ ക്രോസ് സെക്ഷൻ കൂടി വരുന്ന ഇത്തരത്തിലുള്ള ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ആണ് ഈ ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ മറ്റൊരു വ്യൂ ഇത് വരികയാണെങ്കിൽ നോക്കുക, ഈ വൊല്യൂട്ട് കേസിങ്ങിലൂടെ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ മൂവിങ് ആയിട്ടുള്ള ബീമുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന വെള്ളം, ഈ വെള്ളമാണ് ഇൻക്രീസിങ് ഏരിയ ക്രോസ് സെക്ഷനിലൂടെ വരുന്നത്. അപ്പൊ ഇതിനെ ആണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രാഫ്റ്റ് ട്യൂബിൽ ഇനി കുറച്ച് രണ്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്തിട്ട് ഇതിന്റെ വർക്കിംഗിലേക്ക് കിടക്കാം. എന്താണ് ഇമ്പൾസ് ടർബൈനിൽ നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് ഉപയോഗിക്കാത്തത്, എന്തുകൊണ്ടാണ് ഇമ്പൾസ് ടർബൈനിൽ ഡ്രാഫ്റ്റ് ട്യൂബ് ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പൾസ് ടർബൈൻ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് വെള്ളത്തിൽ അത് മുക്കിയൊന്നും വെച്ചിട്ടില്ല, അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള പ്രഷറിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. പ്രഷർ ഇൻ ദ റണ്ണർ ഔട്ട്ലെറ്റ് ഫോൾ വാക്വം ആണ്, അതായത് താഴത്തേക്ക്, അതായത് പ്രഷറിന്റെ അളവ് കുറഞ്ഞു പോകുന്ന ഒരു അവസരത്തിലാണ് ഡ്രാഫ്റ്റ് ട്യൂബ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് ഉള്ളൂ. അപ്പൊ പെൽറ്റൺ ടർബൈൻ ഉപയോഗിക്കാത്തതിന്റെ കാരണം, പെൽറ്റൺ ടർബൈൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഒരു നമ്മുടെ ടർബൈനിൽ, റിയാക്ഷൻ ടർബൈനിൽ പെൽറ്റൺ ഡ്രാഫ്റ്റ് ട്യൂബ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് പറയുകയാണെങ്കിൽ, ദെൻ ദ ടർബൈൻ ഷുഡ് ബി കെപ്റ്റ് സബ്മർജ്ഡ്, അതായത് ടർബൈൻ ബ്ലേഡ് വെള്ളത്തിൽ മുങ്ങിയിരിക്കണം. എന്നാൽ മാത്രമാണ് വെള്ളം ഇറങ്ങി പോകുള്ളൂ. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. അപ്പോൾ ഈ ടെയിൽ റേസിന്റെ താഴെ വെള്ളം, അഥവാ റണ്ണർ, വെള്ളത്തിന്റെ ഉള്ളിലേക്ക് വേണം നമ്മുടെ റണ്ണറിന്റെ ഭാഗം ഇറക്കി വെക്കാൻ. അപ്പോൾ അത് മെയിൻ്റനൻസോ മറ്റു കാര്യങ്ങൾക്കോ റിപ്പയറിനോ ഇൻസ്പെക്ഷനോ നടക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതായത് ഡ്രാഫ്റ്റ് ട്യൂബ് ഇല്ല എങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഹെഡിന്റെ വാല്യൂ കുറഞ്ഞു വരിക്കും. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, റണ്ണർ ബ്ലേഡ് വെള്ളത്തിന്റെ അടിയിലേക്ക് ഇറക്കി വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇൻസ്പെക്ഷനും മെയിൻ്റനൻസിനും ഒക്കെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതോടൊപ്പം ഡ്രാഫ്റ്റ് ട്യൂബ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും, റിയാക്ഷൻ ടർബൈൻ്റെ ഹെഡിന്റെ വാല്യൂ കുറഞ്ഞും ഇരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറയുകയാണെങ്കിൽ, എന്താണ് ഒരു ഡ്രാഫ്റ്റ് ട്യൂബിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായിരുന്നു ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് എ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫ്ലോ കൺഡ്യൂട്ട് ഹാവിംഗ് ഇൻക്രീസിംഗ് ഏരിയ ക്രോസ് സെക്ഷൻ യൂസ് ടു ഡിസ്ചാർജ് വാട്ടർ ഫ്രം എ റണ്ണർ ഔട്ട്ലെറ്റ് ഓഫ് ഒരു റിയാക്ഷൻ ടർബൈൻ്റെ റണ്ണർ ഔട്ട്ലെറ്റിൽ നിന്ന് വെള്ളം വെളിയിലേക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു കോൺഡ്യൂട്ട് ആണ്, അല്ലെങ്കിൽ ഒരു ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ ആണ് ഡ്രാഫ്റ്റ് ട്യൂബ്. അപ്പോഴത്തേക്ക് ഇനി എന്താണ് ഇതിന്റെ ഡ്രാഫ്റ്റ് ട്യൂബ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. ഇതാണ് ഒരു പടം വരച്ചിരിക്കുന്നത്. നോക്കുക, ഈ ഒരു പോർഷൻ ഇതാണ് റിയാക്ഷൻ ടർബൈനിന്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഭാഗം. ഈ ഒരു ഭാഗത്ത് ഇറ്റ് പെർമിറ്റ്സ് എ വാക്വം ഹെഡ് ടു ബി ഡെവലപ്ഡ് അറ്റ് ദ റണ്ണർ ഔട്ട്ലെറ്റ്. ഇവിടെ ഒരു വാക്വം ഹെഡ് രൂപീകരിക്കുന്നതിന് ഉണ്ട്. അതെങ്ങനെയാണ് ആ രൂപീകരിക്കുന്നത്? നമുക്കറിയാം, റണ്ണർ ബ്ലേഡ് ഈ ഒരു ആക്സിസിൽ ഇത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, സെൻട്രൽ ലൈനെ റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നടുക്കൊരു നെഗറ്റീവ് പ്രഷർ രൂപീകരിക്കുന്നു, ഒരു വാക്വം ഹെഡ് രൂപീകരിക്കുന്നു. ആ ഒരു വാക്വം ഹെഡ് രൂപീകരിക്കുന്നതിന് ഉണ്ടാവാൻ, അല്ലെങ്കിൽ അവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകാൻ വേണം. അപ്പൊ ആ ഒരു പ്രോസസ്സറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കൺവേർട്സ് എ പോർഷൻ ഓഫ് ദ കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ ഡിസ്ചാർജ് ടു ദ ടെയിൽ റേസ് ഇൻ ടു പ്രഷർ എനർജി. ഇവിടെ ഉണ്ടാകുന്ന ഒരു കൈനറ്റിക് ഹെഡിനെ എന്ത് ചെയ്യുന്നു, പ്രഷർ ഹെഡിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഡ്രാഫ്റ്റ് ട്യൂബ് സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വേസ്റ്റ് ആയിട്ട് വെറുതെ പോകുന്നു. അപ്പൊ ഒരു എനർജി കൺവേർഷൻ കൂടി ഇവിടെ ആര് നടത്തുന്നുണ്ട്,
ഡ്രാഫ്റ്റ് ട്യൂബ് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് നെറ്റ് ഹെഡ് റിയാക്ഷൻ ടർബൈനിൽ ഈ ഒരു ഡ്രാഫ്റ്റ് ട്യൂബ് വെക്കുന്നതുകൊണ്ട് കൂടുന്നു എന്നുള്ള കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഡ്രാഫ്റ്റ് ട്യൂബ് ടർബൈൻ ബ്ലേഡിനെ ടെയിൽ റേസിന്റെ മുകളിൽ വെക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒരു ഉത്തരത്തിന് ഹെൽപ്പ്ഡായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ടർബൈൻ്റെ ബ്ലേഡ് വെള്ളത്തിന്റെ മുകളിൽ വെച്ച് ഡ്രാഫ്റ്റ് ട്യൂബ് ഇല്ല എങ്കിൽ ടർബൈൻ റണ്ണർ വെള്ളത്തിന്റെ ടൈൽ റേസിന്റെ താഴെ വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇൻസ്പെക്ഷനും അതുപോലെ തന്നെ ചെക്ക് ചെയ്യാനുള്ള മെയിൻ്റനൻസിനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഡ്രാഫ്റ്റ് ട്യൂബിന് മറ്റൊരു ഉപയോഗമാണ് റണ്ണർ ബ്ലേഡിനെ ടെയിൽ റേസിന്റെ മുകളിൽ വെക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇൻക്രീസസ് ദ നെറ്റ് ഹെഡ് കൂട്ടുന്നു. അപ്പൊ ഇതാണ് ഒരു ഡ്രാഫ്റ്റ് ട്യൂബിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഇനി നമുക്ക് ഡ്രാഫ്റ്റ് ട്യൂബ് പല രീതിയിലുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഡൈവേർജ് ചെയ്ത് വരുന്ന ഈ ഒരു ടൈപ്പ് ഉണ്ട്. ഇനി അടുത്ത മോഡി സ്പ്രെഡിങ് ആയിട്ട് വരുന്നുള്ള രണ്ടായിട്ട് ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എൽബോ ഉണ്ട്. ഇനി ഒരറ്റത്ത് സർക്കുലർ ക്രോസ് സെക്ഷനും മറ്റേ അറ്റത്ത് റെക്ടാംഗിൾ ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്ന രീതിയിലും നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആണ്, ഡ്രാഫ്റ്റ് ട്യൂബ്സ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് നോക്കാം, ഇതൊരു ഒരു ഫിസിക്കൽ ഫിഗർ ആണ്, ഔട്ട്വേർഡ് സ്ട്രക്ചർ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഈ റെഡ് കളറിൽ കാണിക്കുന്ന ഈ ഒരു പാസേജ് ആണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിന്റെ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, ഫങ്ഷൻസ്, അത് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് മുതലായ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിയറിയാണ്. ഇതിന്റെ തിയറി എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഓർക്കുക, ഇതാണ് 2-2 എന്ന് പറയുന്ന സെക്ഷൻ. ഒരു ടർബൈൻ്റെ റണ്ണറിന്റെ സെക്ഷൻ ആണ്. ആ റണ്ണറിന്റെ ഔട്ട്ലെറ്റ് ആണ് 2-2 എന്ന് പറയുന്നത്. അവിടുത്തെ വെലോസിറ്റി ആണ് V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ Y2 ഹൈറ്റ് ഉള്ള ഒരു ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, Y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള Y2 ഹൈറ്റ് ഉള്ള ഒരു ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ അഥവാ ഡ്രാഫ്റ്റ് ട്യൂബ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ടെയിൽ റേസ് തുടങ്ങി ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഒരു അറ്റം വരെയുള്ളത് വൈയും, ടെയിൽ റേസ് റണ്ണറിന്റെ ഔട്ട്ലെറ്റ് തുടങ്ങി ടെയിൽ റേസ് വരെയുള്ള ഈ ഹൈറ്റ് HS ആണെങ്കിൽ എടുക്കുക. ഇനി അടുത്ത വരികയെന്ന് വെച്ചാൽ ടെയിൽ റേസിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിനെ നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ PA ആയിട്ടും കൊടുക്കാം. അപ്പൊ നമ്മൾ സിംപ്ലി ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ബെർണോളിസ് തിയറം എന്ന് പറയുകയാണെങ്കിൽ 2 എന്ന് പറഞ്ഞ പോയിന്റ്, 2-2 എന്ന് പറഞ്ഞ പോയിന്റ്, 2-2 എന്ന് പറഞ്ഞ പോയിന്റ് റണ്ണറിന്റെ ഔട്ട്ലെറ്റ്, ഇതാണ് 2-2 എന്ന് പറഞ്ഞ പോയിന്റ്. ഇനി ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഏറ്റവും അറ്റമാണ് 3-3 എന്ന് പറഞ്ഞ പോയിന്റ്. ഈ രണ്ട് പോയിന്റുകളിൽ നമ്മൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും P2/ρg പ്ലസ് V2²/2g പ്ലസ് Z, നമ്മൾ ഈ 3-3 എന്ന് ഇതാണ് നമ്മുടെ മെയിൻ ഡാറ്റം ലെവലായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മളുടെ ഡാറ്റം ലെവലായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്നുള്ള ഹൈറ്റ് അത് എത്രയാണ്, Y2 അഥവാ HS പ്ലസ് Y, അതാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്, അതായത് Y2. ഓക്കെ. ഇനി ഇവിടെ വരികയാണെങ്കിലോ P3 എന്താ, P3/ρg പ്ലസ് V3²/2g. അവിടുത്തെ ഡാറ്റം ആ 3-3 എന്നുള്ള ലൈനായതുകൊണ്ട് ഇത് 0 വന്നു. പിന്നെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തു. ഇനി അടുത്ത രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P3/ρg എന്ന് പറയുന്ന കാര്യത്തിനെ നമുക്ക് PA/ρg പ്ലസ് Y എന്നുള്ള രീതിയിൽ എടുത്തെഴുതാനായിട്ട് പറ്റും. അതെങ്ങനെയാണ്? കാരണം P3/ρg ഈ സർഫസിൽ എത്രയാണ്, PA/ρg, സർഫസിൽ നിന്ന് ബാക്കിയുള്ളത് Y ഹൈറ്റ് ആണ്. അപ്പോൾ P3/ρgനെ നമ്മൾ PA/ρg പ്ലസ് Y എന്ന് എടുത്തെഴുതാനായിട്ട് പറ്റും. ആ ഒരു കാര്യം നമ്മൾ ഇത് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇവിടെയും Y ഉണ്ട്, ആ രണ്ട് Yയും കട്ട് ചെയ്തു. ദാറ്റ് ഈസ് P2/ρg പ്ലസ് V2²/2g പ്ലസ് HS = PA/ρg പ്ലസ് V3²/2g പ്ലസ് HF. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ P2/ρg എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മാത്രം നമ്മൾ ഒരു സൈഡിലേക്ക് എഴുതിയാൽ എന്ത് വന്നു, PA/ρg മൈനസ് HS മൈനസ് ഓഫ് ദിസ് വെലോസിറ്റി ഹെഡ് മൈനസ് ഫ്രിക്ഷൻ ഹെഡ്. അപ്പൊ അതായത് ഈ P2/ρg എന്ന് പറയുന്ന പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡിൽ നിന്നും മൈനസ് ഓഫ് ഇത്രയും സാധനം കുറച്ച് കഴിഞ്ഞാലുള്ള ഒരു വാല്യൂ ആയിരിക്കും P2/ρg. ദാറ്റ് ഈസ് അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ഹെഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രഷർ വാക്വം ഹെഡ് ആണ് അവർ രൂപീകരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതിന്റെ തിയറി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ കേസ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. 2 എന്ന് പറഞ്ഞ പോയിന്റിലും 3 എന്ന് പറഞ്ഞ പോയിന്റിലും എന്ത് ചെയ്തു, ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഏറ്റവും കീ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ആ 2
ഒരിക്കൽ കൂടി ഒന്ന് എഴുതി കാണിക്കാം. അതായത് ദാറ്റ് ഈസ് P3/ρg. P3/ρg എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു? HS അതല്ല PA/ρg. അറ്റ്മോസ്ഫിയർ പ്രഷർഡ് പ്ലസ് y എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു കീ പോയിന്റ്. ആ കീ പോയിന്റ് ഇവിടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ എക്സ്പ്രഷനിലെ P2/ρg മാത്രം ഒരു സൈഡിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള എക്സ്പ്രഷൻ. അപ്പോൾ അത് അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് എത്രയോ ടേംസ് കുറച്ചിട്ടുള്ള ഒരു സാധനമാണ്, ചെറിയൊരു പ്രഷർ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഇതാണ് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ കേസിൽ പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതാണ് കോണിക്കലായിട്ടുള്ള പല രീതിയിലുള്ള ഡ്രാഫ്റ്റ് ട്യൂബിനെ കുറിച്ച്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കേണ്ടത് എഫിഷ്യൻസി ഓഫ് ഒരു ഡ്രാഫ്റ്റ് ട്യൂബിന്റെ എഫിഷ്യൻസി. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് ആക്ച്വൽ കൺവേർഷൻ ഓഫ് കൈനറ്റിക് ഹെഡ്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു കൈനറ്റിക് ഹെഡിനെ പ്രഷർ ഹെഡ് ആക്കിയിട്ട് മാറ്റുന്ന ഒരു കാര്യമാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. അങ്ങനെ നഷ്ടമായിട്ട് പോകുന്ന ഒരു കാര്യമായിരുന്നു. അതിനെ കുറച്ച് എനർജി സേവ് ചെയ്യുന്ന ഒരു ഉപകരണം കൂടിയാണ്. അതുകൊണ്ട് നെറ്റ് ഹെഡ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആക്ച്വൽ കൺവേർഷൻ എത്രയാണ്? ആക്ച്വൽ കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇൻടു പ്രഷർ ഹെഡ് ഇൻ ദ ഡ്രാഫ്റ്റ് ട്യൂബ് ടു ദ കൈനറ്റിക് ഹെഡ് എത്രയാണോ അവൈലബിൾ ആയിട്ടുള്ള കാര്യം എന്നുള്ളതിന്റെ റേഷ്യോയാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ നേരത്തെ കാണിച്ച എക്സ്പ്രഷനിൽ V2²/2g മൈനസ് V3 ഇത് എന്തായിരുന്നു? നമ്മൾ ഈ പ്രഷർ ഹെഡിൽ നിന്ന് കുറച്ച് ഈ ഒരു പാരാമീറ്റർ ആയിരുന്നു. ഈ ഒരു ടേം HS നിന്ന് കുറയ്ക്കുന്ന ഈ ഒരു ടേം അതാണ് വെലോസിറ്റി ഹെഡിന്റെ കൺവേർഷൻ വരുന്നത്, പ്രഷർ ഹെഡിലേക്ക് മാറ്റുന്നത്. അതേ ഡിവൈഡ് ബൈ ഇനീഷ്യലി അവൈലബിൾ ആയിട്ടുള്ള V2²/2g എന്ന് പറയുന്നതിന്റെ റേഷ്യോ ആണ് എഫിഷ്യൻസി ഓഫ് ഡ്രാഫ്റ്റ്. അപ്പൊ അത്രയും കാര്യമാണ് തിയറി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം തിയറി ഓഫ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ 3 കാര്യങ്ങൾ ഓർക്കാം. എന്തിനാണ് ഡ്രാഫ്റ്റ് ട്യൂബിന്റെ പർപ്പസ് എന്താണ്, അതായത് ഫംഗ്ഷൻ എന്താണ്, ഇതിന്റെ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഇതില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഇമ്പൾസ് ടർബൈനിൽ എന്തുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നില്ല, റിയാക്ഷൻ ടർബൈനിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു. ഇനി ഇതിന്റെ തിയറി എന്താണ്? തിയറി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫോർമുലയുടെ ഡെറിവേഷനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 2 പോയിന്റുകളിൽ, ഈ 2 എന്ന് പറഞ്ഞ പോയിന്റിലും 3 എന്ന് പറഞ്ഞ പോയിന്റിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുന്നു. എഫിഷ്യൻസി ഓഫ് ദ ഡ്രാഫ്റ്റ് ട്യൂബിന്റെ എക്സ്പ്രഷൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഡ്രാഫ്റ്റ് ട്യൂബിൽ നമ്മൾ കവർ ചെയ്യേണ്ട കാര്യം. ഇനി നമുക്ക് ഇതിനോടുകൂടി ചേർത്ത ഒരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. സർജ് ടാങ്കിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി വെർട്ടിക്കൽ ഓപ്പൺ ടാങ്ക്സ് ഓഫ് ലാർജ് ഡയമീറ്റർ ഹൈറ്റ്. അപ്പൊ ഇത് കണ്ടോ, ഇതൊരു ഡാം ആണെന്നിരിക്കട്ടെ. ഇതിവിടെ റിസർവോയർ, ഇതൊരു ഡാമിൽ നിന്ന് പെൻസ്റ്റോക്ക് വഴിയാണ് ടണലിൽ കൂടി വെള്ളം നേരെ ടർബൈൻ ബ്ലേഡിലേക്ക് കറക്കാനായിട്ട് വരികയാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ പ്രഷറിന്റെ ഫ്ലക്ച്വേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ലോഡ് വേരിയേഷൻസ് അനുസരിച്ച്, സപ്ലൈ അനുസരിച്ച്, ഡിമാൻഡ് അനുസരിച്ച് ഈ പെൻസ്റ്റോക്കിലൂടെയുള്ള വെള്ളത്തിന്റെ ഫ്ലോയ്ക്ക് ചിലപ്പോൾ പ്രഷർ കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് വേരിയേഷൻസിനെ മാനേജ് ചെയ്യുന്നതിന്, ആ പ്രഷർ ഫ്ലക്ച്വേഷൻ വേരി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഒരു സർജ് ടാങ്ക് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു റിസർവോയറിൽ നിന്ന് വെള്ളം വരികയാണ്. ഒരു ഇവിടെയാണ് പെൻസ്റ്റോക്ക് വെച്ചിരിക്കുന്നത്. പെൻസ്റ്റോക്കിൽ നിന്ന് ഇവിടെയാണ്. ഈ ഒരു കാര്യമാണ് സർജ് ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നോക്കിയേ, ഈ പവർ സ്റ്റേഷനിലെ ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്ത് വരുന്ന സമയത്ത് ഒത്തിരി വെള്ളം വേണമെങ്കിൽ സപ്ലൈയിൽ ഇല്ലെങ്കിൽ എവിടുന്ന് കുറച്ചുകൂടെ എടുക്കും? നമ്മുടെ സർജ് ടാങ്കിൽ നിന്ന് എടുക്കും. എന്നാൽ വെള്ളം കുറവ് മതി, ഡിമാൻഡ് കുറവാണ് പവർ ഹൗസിൽ. അപ്പൊ വരുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യും? കുറെ ഈ ഒരു സർജ് ടാങ്കിലേക്ക് സേവ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സർജ് ടാങ്കിന്റെ ഉപയോഗം. ഒന്നാമത്തെ കാര്യം, ഇറ്റ് മിനിമൈസ് ദ പ്രഷർ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ പെൻസ്റ്റോക്ക് പൈപ്പിലെ പ്രഷർ ഫ്ലക്ച്വേഷൻസ് കുറയുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്റ്റോറേജ് ടാങ്ക് പോലെ ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനെയാണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സർജ് ടാങ്കിന്റെ പർപ്പസ് എന്താണ്? നമ്മുടെ പവർ ഹൗസിലേക്ക് റിസർവോയിൽ നിന്ന് എത്തുന്ന പെൻസ്റ്റോക്കില് ഫ്ലോയുടെ വ്യത്യാസം അനുസരിച്ച്, ഡിമാൻഡിന്റെ വ്യത്യാസം അനുസരിച്ച് പ്രഷർ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. അത്തരത്തിലുള്ള പ്രഷർ ഫ്ലക്ച്വേഷൻസിനെ കുറയ്ക്കുക. എങ്ങനെ കുറയ്ക്കും? അതിനു വേണ്ടിയിട്ടാണ് സർജ് ടാങ്ക് ഉപയോഗിക്കുന്നത്. സർജ് ടാങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ വെള്ളം ഇവിടെ ഒത്തിരി ഡിമാൻഡ് വരുന്നു. അപ്പൊ ഒത്തിരി വെള്ളം പെൻസ്റ്റോക്കിൽ നിന്ന് റിസർവോയറിൽ നിന്നേ എടുത്തു വരുന്നതിന് പകരം എന്ത് ചെയ്യുന്നു? കുറച്ച് വെള്ളം നമ്മൾ ഇവിടുന്ന് എടുക്കും, സർജ് ടാങ്കിൽ നിന്ന് അപ്പൊ തന്നെ എടുക്കും. അപ്പൊ മാനേജ് ചെയ്യും. ഇനി ഡിമാൻഡ് കുറവ് മതി, അതായത് വെള്ളം കുറവ് മതി. അപ്പൊ എന്നാൽ റിസർവോറിൽ നിന്ന് കുറെ അധികം വെള്ളം വരുന്നുണ്ട്. അപ്പൊ ആ വെള്ളം കുറെ എന്ത് ചെയ്യും? നമ്മുടെ ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യും.
അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്നാൽ പിന്നെ ഇവിടെ ഒരു വാൽവ് വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെയെന്ന്. ഈ വാൽവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതാണ്, ഇടയ്ക്കിടയ്ക്ക് ഈ ഇതിനകത്ത് പ്രഷർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റ് പ്രശ്നങ്ങൾ പെൻസ്റ്റോക്കിൽ ഉണ്ടാവും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർജ് ടാങ്ക് ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള സർജ് ടാങ്കുകളുണ്ട്. അതിന്റെ ഷേപ്പിനനുസരിച്ച് ഓപ്പണ്, ക്ലോസ്ഡ്, പടങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം മതി സർജ് ടാങ്ക്. ഇപ്പൊ സർജ് ടാങ്കിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് വാട്ടർ ഹാമർ. വാട്ടർ ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സപ്ലൈയും ഡിമാൻഡും ഒക്കെ കൂടുകയും കുറയുന്നതനുസരിച്ച് വാൽവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കണ്ടമാനം വെള്ളം വന്ന് പെൻസ്റ്റോക്കിന്റെ സർഫസിലേക്ക് അടിക്കുകയും അവിടെ ഒരു ഫിറ്റിംഗ്, അതായത് സർഫസ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനെയാണ് വാട്ടർ ഹാമർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ സർജ് ടാങ്ക്. സർജ് ടാങ്ക് രണ്ട് ധർമ്മങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ഈ പെൻസ്റ്റോക്കിലുള്ള പൈപ്പിന്റെ പ്രഷർ ഫ്ലക്ച്വേഷൻസ് കുറയ്ക്കുന്നു. രണ്ട്, ഒരു റിസർവോയർ ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള സർജ് ടാങ്ക്. ബാക്കി നമുക്കൊരു അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.